ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. പാലിയേക്കര ടോൾ പിരിവിനുള്ള വിലക്ക് തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ തത്സമയം ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. 40 ദിവസമായി പാലിയേക്കരയിലെ ടോൾ പിരിവിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ട് അതിന് പ്രധാനപ്പെട്ട കാര്യം ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയാണ്. ഇപ്പോൾ ഏകദേശം 40 ദിവസം പിന്നിട്ട പശ്ചാത്തലത്തിൽ എന്താണ് അവിടെ ദേശീയപാത അതോറിറ്റി നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് കോടതി ജില്ലാ കളക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജില്ലാ കളക്ടർ അതുമായി ബന്ധപ്പെട്ടൊരു പ്രാഥമിക റിപ്പോർട്ട് നൽകി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചപ്പോൾ കോടതി തന്നെ പറഞ്ഞത് പരാതിക്കാർക്ക്, അതായത് ഹർജിക്കാർക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി അറിയിക്കാനുണ്ട്. അത് ജില്ലാ കളക്ടറോട് പറയാനാണ് പറഞ്ഞത്. ഇന്നലെ ഹർജിക്കാർ എല്ലാവരും തന്നെ ജില്ലാ കളക്ടർ മുമ്പാകെ അവർക്കുള്ള പരാതികൾ രേഖപ്പെടുത്തിയിരുന്നു. 8 ഇടങ്ങളിൽ ഇപ്പോഴും പ്രതിസന്ധി ഉണ്ട് എന്നാണ് ഹർജിക്കാർ നൽകിയിട്ടുള്ള ആ പരാതിയിൽ പറയുന്നത്. പ്രത്യേകിച്ച് ഈ സർവീസ് റോഡുകളുടെ നിർമ്മാണമൊന്നും പൂർണ്ണമായി പൂർത്തിയായിട്ടില്ല. സർവീസ് റോഡുകൾക്ക് സമീപമുള്ള ഡ്രെയിനേജുകൾ അതിപ്പോഴും വെള്ളക്കെട്ടിലാണ്. അത് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നീട് റോഡിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ ഹർജിക്കാർ തന്നെ ജില്ലാ കളക്ടർക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതുകൂടി പരിഗണിച്ച ഒരു റിപ്പോർട്ടായിരിക്കും ഇന്ന് ജില്ലാ കളക്ടർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ നൽകുക. ആ റിപ്പോർട്ട് പരിശോധിച്ചായിരിക്കും ഈ എടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലുള്ള പാലിയേക്കര ടോൾ പിരിവ് അത് തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. ദേശീയപാത അതോറിറ്റിയെ സംബന്ധിച്ച് അവർക്ക് ഈ ടോൾ പിരിവ് എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കണം. കാരണം തുകയടക്കം വർദ്ധിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ തുക പിരിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ അവർക്ക് വലിയ നഷ്ടമുണ്ടാകുമെന്നാണ് അവർ ഹൈക്കോടതിയിൽ പറയുന്നത്. പക്ഷേ ഹൈക്കോടതി എടുക്കുന്ന സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. റോഡിലൂടെ സുഗമമായി ആളുകൾക്ക് അപകടമില്ലാതെ സഞ്ചരിക്കണം. ടോൾ പിരിക്കുന്ന ആളുകൾക്ക് അത് ഉറപ്പാക്കാനുള്ള ബാധ്യതയുണ്ട്. അതെന്നുണ്ടാകുന്നു അന്ന് ടോൾ പിരിച്ചാൽ മതിയെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട്. കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ടോൾ പിരിവ് തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി ഒരു തീരുമാനമെടുക്കുക. എസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.